ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ഞങ്ങളിന്ന് എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ എറണാകുളത്തേക്ക് ഇന്ന് പോവുകയാണ്. എന്താവശ്യങ്ങളുണ്ടെങ്കിലും നേരെ പോകുന്ന എറണാകുളത്തേക്കായിരിക്കും. അപ്പോൾ കുറേ നാളുകളായി വിചാരിക്കുന്നു കിച്ചണിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം എന്നുള്ളത്. പലചരക്ക് സാധനങ്ങളല്ല കേട്ടോ, എനിക്ക് കുറച്ച് ബോട്ടിൽസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ്, ഇപ്പോഴാണ് ഞാനിന്ന് സാധിക്കുന്നത്. കുറച്ച് പഴയ ബോട്ടിൽസൊക്കെയാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. വളരെ കുറച്ച് മാത്രമേ പുതിയതായിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിലൊക്കെ. കാരണം അന്നേരത്തേക്ക് വീടിൻ്റെ പണികളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ അന്നേരം ഒന്നും വാങ്ങിയില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ എൻ്റെ കിച്ചൺ ഒന്നുകൂടി ഒന്ന് നല്ല അടിപൊളിയാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങളിന്ന് കുറച്ച് ബോട്ടിൽസും കാര്യങ്ങളൊക്കെ കിച്ചണിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോവുകയാണ് എറണാകുളത്തേക്ക്. ഞങ്ങളുടെ യാത്ര ലുലു മാളിലേക്കാണ് കേട്ടോ. അപ്പോൾ ഏട്ടന് തൊട്ടടുത്ത് ഒരു സ്ഥലത്ത് അത്യാവശ്യമായിട്ട് പോകേണ്ടതുള്ളതുകൊണ്ട് ഞങ്ങൾ ലുലു മാളിൻ്റെ ഓപ്പോസിറ്റ് ഇറക്കി കേട്ടോ. അപ്പോൾ ഓവർ ബ്രിഡ്ജ് കയറിയിട്ട് ഞങ്ങൾക്ക് ലുലു മാളിൻ്റെ അകത്തേക്ക് കയറാമല്ലോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു അങ്ങനെ തൽക്കാലം പോകും, ഞാൻ വേഗം വരാട്ടോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ ഇറക്കി. എന്താണെന്ന് അറിയത്തില്ല, വണ്ടി വീട്ടിൽ നിന്ന് ഓടിക്കുമ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. പകുതി എത്തിയപ്പോഴത്തേക്ക് എനിക്കൊരു വോമിറ്റിംഗ് ടെൻഡൻസി ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. എനിക്കതിങ്ങനെ വോമിറ്റിംഗ് ടെൻഡൻസി ഇല്ലാത്തൊരാളാണ് ഞാൻ. പക്ഷേ എന്താണെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും വണ്ടിയിൽ നിന്ന് ചാടി പുറത്തിറങ്ങിയാൽ മതി എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. വേഗം അവിടെ ഇറങ്ങിയതിന് ശേഷം ആണ് ഞാൻ ബ്രിഡ്ജൊക്കെ കയറി വന്നപ്പോഴത്തേക്കും ഷോപ്പിൽ നിന്ന് ഒരു കോഫി കുടിക്കണം കേട്ടോ. കാരണം ഒരു നിവൃത്തിയില്ല, കോഫി കുടിക്കുക, വെള്ളം കുടിക്കുക, എന്തൊക്കെയോ കുടിക്കുന്നുണ്ട്. പിന്നെ മോനപ്പേരിക്ക് പറയാൻ കുറച്ച് പോപ്കോൺ അമ്മ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അതും വാങ്ങി തരാം കേട്ടോ. എന്താണെന്നറിയില്ല, വയറ്റിൽ പെട്ടെന്ന് ഒന്നും ഇല്ലാത്ത പോലെ എംറ്റി ആയിട്ടൊക്കെ ഫീൽ ചെയ്യുമ്പോഴാണ് എനിക്ക് അങ്ങനെ വരിക കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ എടുത്ത് റെസ്റ്റ് എടുത്ത് ചായ കുടിച്ചു, പോപ്കോണൊക്കെ കഴിച്ചൊക്കെയാണ് വരുന്നത്. അപ്പോൾ എപ്പോഴും സമയം വൈകണ്ടല്ലോ, പർച്ചേസിംഗ് ഉള്ളതാണല്ലോ എന്ന് കരുതിയിട്ട് മോൻ പറഞ്ഞു ആമേ നമുക്കൊക്കെ നടന്നുകൊണ്ട് കഴിക്കാമെന്ന് പറഞ്ഞ കാരണം അങ്ങനെ കഴിക്കുകയാണ്. എന്താ കൊച്ചു കുട്ടികൾ ഇതിലും ഭേദമായിട്ട് കഴിക്കുമെന്ന് തോന്നുന്നു അല്ലേ, എൻ്റെ കഴിപ്പൊക്കെ കണ്ടിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് ഞങ്ങൾ ലുലു മാളിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു കേട്ടോ. ആദ്യം കണ്ട ഷോപ്പിലേക്ക് തന്നെ ഞങ്ങൾ കയറിയിട്ടോ. കാരണം അതിൻ്റെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം, അഫോർഡബിൾ പ്രൈസ് ആണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ആ ഫസ്റ്റ് ഷോപ്പിലേക്ക് കയറിയത്. ഞാൻ ഉദ്ദേശിച്ചത് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം അവിടെയാണെങ്കിൽ ഓരോ സെക്ഷൻ ബേസ് ആയിട്ട് പലതരത്തിലുള്ള സംഭവങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ അത് അവിടേക്ക് പോകണമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ആദ്യം കണ്ട ഷോപ്പിലേക്കൊന്ന് കയറിയതെന്ന് പറഞ്ഞാൽ അതിൻ്റെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം, നമുക്ക് പറ്റുന്നതാണോ, അല്ലെങ്കിൽ വെറൈറ്റീസൊക്കെ നോക്കണമെങ്കിൽ പല സ്ഥലത്ത് നോക്കേണ്ടി വരും. ഒരു ഷോപ്പിൽ തന്നെ നമുക്ക് പല വെറൈറ്റീസ് കിട്ടണം എന്നില്ല. കാരണം എനിക്ക് കുറച്ച് ഗ്ലാസ് ബോട്ടിൽസ്, പിന്നെ ഭരണി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു ആവശ്യം. അപ്പോൾ ഇവിടെ കുറേ ഗ്ലാസ് ബോട്ടിൽസൊക്കെ ഉണ്ട്, പക്ഷേ എന്തോ ഭയങ്കര റേറ്റായിട്ട് തോന്നിട്ടോ. പല സ്ഥലത്തും ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് 50% ഓഫ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. ഓഫർ ഉണ്ടാകണം, കാരണം എന്തോ. പക്ഷേ ഞാൻ പ്രൈസ് നോക്കുമ്പോൾ എനിക്ക് അത്ര വലിയ അഫോർഡബിൾ പ്രൈസായിട്ട് തോന്നിയില്ല കേട്ടോ. അപ്പോൾ മോളാണിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചുകൊണ്ട് പോവുക. കാരണം കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉള്ളപ്പം അത് നോക്ക് ഇത് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വലിച്ചുകൊണ്ട് പോവുക. നമുക്കിപ്പോൾ ലേഡീസൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് നമുക്കൊന്നും ആവശ്യമില്ലെങ്കിൽ കൂടിയും ഇങ്ങനെ നോക്കി നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. എന്താ ക്രിസ്മസ് ട്രീ ഒക്കെ ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എല്ലാത്തിനും നല്ല റേറ്റാണേ. ഒരുവിധത്തിലുള്ള എല്ലാ ട്രീകളുടെയും റേറ്റ് ഞങ്ങൾ നോക്കിയിട്ടോ. അപ്പോൾ നല്ല റേറ്റ്. അപ്പോൾ മോൻ പറയും അമ്മ ഇതിനൊക്കെ ഇത്രയും റേറ്റ് ഉണ്ടോ, ഇതൊന്നും നമുക്ക് വേണ്ട കേട്ടോ എന്നവൻ പറയുകയും ചെയ്തു അവിടെ വെച്ച്. അവിടുത്തെ ഒരു നോക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തിയിട്ടോ. അവിടെ ഞാൻ ഗ്ലാസ് ബോട്ടിൽസിൻ്റെ ഏരിയയിലേക്കാണ് ആദ്യം തന്നെ വന്നത്. കുറേ വെറൈറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കൂടുതലും പ്ലാസ്റ്റിക് ഉണ്ട്, ഗ്ലാസ് ഉണ്ട്, ക്രോക്കറി ഉണ്ട്, അങ്ങനെ എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പലതും ഇങ്ങനെ നോക്കുകയാണ് നമുക്ക് പറ്റുന്നത് എങ്ങനെയാണ്. കാരണം എല്ലാം ഗ്ലാസ് ബോട്ടിൽസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസും ആകാം. അപ്പോൾ പല മോഡലും ഒക്കെ എല്ലാ തരവും ഞാൻ എടുത്ത് ചെക്ക് ചെയ്യുകയാണ്. കാരണം അതിൻ്റെ ക്വാളിറ്റി നോക്കാം, പിന്നെ അതുപോലെ പ്രൈസ് ഒക്കെ നമ്മൾ നോക്കി വാങ്ങുന്നത് നല്ലതാണല്ലോ എന്ന് കരുതി നമ്മൾ എല്ലാം തപ്പുകയാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ പിന്നെ കുറച്ച് ഗ്ലാസ് ബോട്ടിൽസ് എടുത്തു കേട്ടോ. ഇതിന് നല്ല ഓഫർ എനിക്ക് കിട്ടി. നല്ല എന്തോ 300 രൂപയുടെ ബോട്ടിലാണ്, അതെനിക്കൊരു 170 രൂപയ്ക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ലാന്ന് തോന്നിയുകൊണ്ട് അങ്ങനെ ഞാൻ കുറച്ച് ഗ്ലാസ് ബോട്ടിൽസ് എടുത്തു. കുറച്ച് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം കുട്ടികളൊക്കെ ആണെങ്കിൽ എന്നെ നോക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പല മോഡൽസും ഇരിക്കുന്നതുകൊണ്ട് ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. ചിലതൊക്കെ നോക്കുമ്പോൾ നല്ല റേറ്റും ഉണ്ട് കേട്ടോ. കാരണം അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട്, നല്ല കട്ടിയൊക്കെ ഉള്ള അല്ലെങ്കിൽ ചില്ലിനൊക്കെ നല്ല കട്ടിയുള്ള ടൈപ്പ് ബോട്ടിൽസൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ പലതും നോക്കുമ്പോൾ നമ്മുടെ എന്താ പറയുക നല്ല വിലയും അതിന് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളൊരു മീഡിയം റേഞ്ചിലുള്ള സംഭവങ്ങളൊക്കെ ഞാൻ നോക്കുന്നത്. അപ്പോൾ ഞാനൊരു വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെക്കാൻ പറ്റുന്നൊരു ബോട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരെണ്ണം നല്ല ക്വാളിറ്റി ഉണ്ട്, എടുത്തു കഴിഞ്ഞപ്പോൾ 890 രൂപ അതിൻ്റെ വില. അപ്പോൾ ചോദിച്ചാൽ അത്രയും ഉള്ളത് വേണ്ടല്ലോ എന്ന് കരുതി ഞാൻ വേറെയും തപ്പിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. ഗ്ലാസ് ബോട്ടിൽസൊക്കെ അങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയോ.
ഒരു എന്താ പറയുക ഒക്കെ വാങ്ങാൻ നമുക്ക് തോന്നും, പക്ഷെ അങ്ങനെ ആക്രാന്തം കാണിക്കണത് ശരിയല്ലല്ലോ. അതുകൊണ്ട് എന്താ പറയുക, എല്ലാം നമ്മുടെ ഈ ഭംഗിയൊക്കെ നമ്മൾ കണ്ട് ആസ്വദിക്കും കേട്ടോ. പല വെറൈറ്റീസും ഉള്ളതാണ് ഇതേ ഇരിക്കുന്നതൊക്കെ. ഞാൻ എല്ലാം തപ്പി എനിക്ക് അഫോർഡബിളായിട്ട് തോന്നുന്നതും നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം അല്ലാതെ നമുക്ക് വാരി വലിച്ച് ഇപ്പോൾ ഹസ്ബൻഡ് വാങ്ങിച്ചോളൂ, നിനക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞാലും വാരി വലിച്ചെടുത്ത് പുള്ളിയുടെ ക്യാഷ് അങ്ങനെ നശിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ വളരെ സെലക്റ്റീവായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എടുത്തുള്ളൂ. ഇപ്പോൾ എടുത്തിരിക്കുന്ന ബോട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിന് ഒരു 350 റുപ്പീസായിരുന്നു അതിൻ്റെ വില. അപ്പം ഞാൻ ഉപ്പിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു ബോട്ടിൽ. അതിൻ്റെ വലുതും ഉണ്ട് തൊട്ട് താഴെ, പക്ഷെ അതെടുത്തില്ല. എനിക്ക് പറ്റുന്ന ആ ഒരു മീഡിയം സൈസ് മതിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ എടുത്തു. പിന്നെ അത് ആ ബോട്ടിൽ അത്രയും സമയം ഞാൻ അവിടെ വെളിച്ചെണ്ണയുടെ ബോട്ടിൽ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ പയ്യൻ വന്നിട്ട് എനിക്ക് ഈ ഒരു ബോട്ടിൽ എടുത്ത് തന്നത്, ആ ചേച്ചി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ വില 160 രൂപയാണ്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഉണ്ട്, പിന്നെ കാണാനും ഭംഗിയുണ്ട്. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന പണത്തിനും പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനം കിട്ടണമെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മൾ സെർച്ച് ചെയ്യണം. ഇപ്പോൾ ഒരു തുണിക്കടയിൽ ചെന്നാലും കുറേ സാധനങ്ങൾ നമ്മൾ നോക്കിയിട്ടായിരിക്കും നമുക്ക് ഒരെണ്ണം ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ കയ്യിലിരിക്കുന്നത് ഞാൻ വിട്ട് കളഞ്ഞില്ല. പകരം ഇനി അതിലും കുറച്ചുകൂടി നല്ലത് വേറെ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് പിന്നെയും ആ പയ്യൻ്റെ ഹെൽപ്പോട് കൂടി പിന്നെയും ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഒരെണ്ണം നമ്മുടെ കയ്യിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരെണ്ണം ഇഷ്ടപ്പെട്ടാൽ പിന്നെ നമുക്ക് എന്തെടുത്താലും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് അവസാനം ഞാൻ എന്താ പറയുക, പലതും ആ പയ്യൻ കാണിച്ചു തന്നെങ്കിലും അവസാനം ഞാൻ എൻ്റെ ആ ഒരു എടുത്തു വെച്ചിരിക്കുന്ന ആ ലെഫ്റ്റ് ഹാൻഡിലിരിക്കുന്ന ആ ബോട്ടിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഫിക്സ് ചെയ്തത്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ പിന്നെ നമ്മൾ എന്നാലും വേറെ വെറൈറ്റീസ് എന്തെങ്കിലും കിട്ടിയാലോ എന്ന് കരുതി നമ്മൾ തപ്പുന്നതാണ്. പക്ഷെ അത് വേണ്ടാന്ന് വെച്ച് ഞാൻ ഇത് തന്നെ സെലക്ട് ചെയ്തു കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ പോലും സൗന്ദര്യമുള്ളതാണെങ്കിൽ അത് ആസ്വദിക്കാൻ കിട്ടുന്ന സമയം നമ്മൾ വേസ്റ്റ് ചെയ്യാറില്ല കേട്ടോ. അതുകൊണ്ട് ആവശ്യമില്ലെങ്കിൽ പോലും ഞാനൊക്കെ ചായയുടെ ട്രേ ആണ് ഇരിക്കുന്നത്, പല വെറൈറ്റീസ്. അപ്പോൾ കണ്ടപ്പോൾ അതും ഒക്കെ എടുത്ത് അതിൻ്റെ സൗന്ദര്യം ഒന്ന് നോക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഭംഗി കാണാനായിട്ട് ഞാൻ മറന്നില്ല കേട്ടോ. കുറച്ച് സമയം ഞാൻ അതിന് വേണ്ടിയും അവിടെ ചിലവഴിച്ചു. അപ്പോൾ മോൻ പറയും, എൻ്റെ അമ്മ ഇതൊന്നും ആവശ്യമില്ലെങ്കിൽ വാങ്ങണ്ട, എന്തിനാണ് ഇവിടെ സമയം കളയണം, അമ്മ അങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞാൽ അവൻ വിളിക്കുക. പക്ഷേ ഞാൻ പറഞ്ഞു, ഒന്ന് വെയിറ്റ് ചെയ്യടാ, ഇതൊക്കെ ഒന്ന് നോക്കട്ടെടാ ചെറുക്ക എന്ന് പറഞ്ഞ് അവനെയും പിടിച്ച് നിർത്തി ഞാൻ ഇതൊക്കെ നോക്കുകയാണ് കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് ആവശ്യമില്ല, കാരണം എൻ്റെ കയ്യിലുണ്ട്. എന്നാലും വെറൈറ്റീസ് കാണുമ്പോൾ നമ്മൾ വിടാതെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. അത് എൻ്റെ മാത്രം പ്രത്യേകതയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇഷ്ടമുള്ളതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു പ്രത്യേകതയല്ലേ. ഇന്ന് വരെ ഞാൻ ഇങ്ങനെ ഈ മീറ്റ് പിന്നെ ഏട്ടാ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫിഷ് ഞാൻ അങ്ങനെ വാങ്ങിക്കൊണ്ട് വന്നിട്ടില്ല, കാരണം എന്താണെന്ന് അറിയത്തില്ല. ഈ പറഞ്ഞ വണ്ടിയിൽ ഇങ്ങനെ സ്മെല്ലടിച്ചാലോ എന്നൊക്കെ കരുതിയിട്ട് ഞാൻ ഇന്ന് വരെ ലുലുന്ന് ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ ഫിഷ്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ കാണാൻ നല്ല രസമല്ലേ, എന്തൊരു വലിയ ഫിഷാണ്. അപ്പോൾ കണ്ടു നിൽക്കാനൊരു രസമാണ്. അപ്പോൾ കുറച്ച് നേരം പോയി അവിടെ നിന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കത് കഴിക്കാൻ പാടില്ലായിരുന്നു. ഈ ഒരു 2 വീക്സായിട്ട് ഞങ്ങൾക്ക് ഇറച്ചി മീനൊന്നും കഴിക്കാൻ പാടില്ല. അപ്പോൾ എന്നാലും നോക്കി നിന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഒരു രസം. എന്നിട്ട് മോൻ എന്നെ അവിടെ നിന്നും പിടിച്ച് വലിച്ചുകൊണ്ട് പോരുകയാണ്. പിന്നെ ആ ബില്ലിൻ്റെ സെക്ഷനിലേക്ക് വന്നു. ഒരു ലോഡുണ്ട്, അതൊക്കെ എന്താ പറയുക ബില്ലടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഏട്ടൻ പുറത്ത് നിൽക്കുക കേട്ടോ. അവർ എന്നെക്കൊണ്ട് വയ്യ, നീ ഇതൊക്കെ ഒന്ന് ബില്ലടിച്ചിട്ട് ഇങ്ങോട്ട് വായോ എന്ന് പറയും. കാരണം ഏട്ടൻ ഇത്തിരി ടയേർഡാണെങ്കിൽ ഇത്തിരി ധൃതി പിടിക്കുന്ന ആളാണ്. അതല്ല എങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ആൾ താഴെ പാർക്കിങ്ങിൽ വണ്ടിക്കകത്തിരുന്ന് അവിടെ ഇരുന്നോളൂ എത്ര സമയം വേണമെങ്കിലും. എന്നിട്ട് പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ട് നീ വന്നാൽ മതി എന്നൊക്കെ പറയും. നമ്മളങ്ങനെ സമയം എടുക്കണേൽ കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഏട്ടനെ വിളിച്ച് വരുത്തിയത്, അങ്ങോട്ട് വന്ന് ഇതൊക്കെ നോക്കിയിട്ട് വേണം എനിക്ക് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഏട്ടനെ ഞാൻ വിളിച്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ ആൾ ഇച്ചിരി ടയേർഡാണെങ്കിൽ പുള്ളി കുറച്ച് ഒന്ന് വേഗം ആവട്ടെ, കഴിഞ്ഞില്ലേ നമുക്ക് പോയാലോ ഭക്ഷണം കഴിക്കണ്ടേ എന്നൊക്കെ പറയും. അതല്ലെങ്കിൽ പിന്നെ വലിയ ശല്യമൊന്നുമില്ല, എവിടെയെങ്കിലും ഇരുന്നോളൂ, കുഴപ്പമില്ല എങ്കിൽ കേട്ടോ, സമയമുണ്ടെങ്കിൽ. ഇതിപ്പോൾ ഇച്ചിരി സമയം ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ അതെല്ലാം ബില്ലൊക്കെ ചെയ്ത് ഞാൻ വാങ്ങി. അപ്പോഴേക്കും ഏട്ടനെ ദാഹിച്ചിട്ട് പോയിട്ട് ജ്യൂസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പുള്ളി. വാങ്ങിയിട്ടുള്ള ബോട്ടിൽസൊന്നും ഈ ബില്ലടിക്കുന്ന സ്ഥലത്ത് നമുക്കത് ബോക്സ് ചെയ്ത് തരത്തില്ല കേട്ടോ. കാരണം നമുക്ക് അതല്ലാതെ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ എല്ലാം തട്ടിപ്പൊട്ട് വെക്കാം. അപ്പോൾ വേറൊരു സെക്ഷനിൽ ചെന്നാലാണ് എല്ലാ സാധനങ്ങളും ബില്ലല്ല ബോക്സിലാക്കി നമുക്ക് തരുള്ളൂ. അപ്പോൾ അവിടേക്ക് ചെന്ന് ഞങ്ങൾ കുറച്ച് സമയം, നല്ല തിരക്കുണ്ടായിരുന്നു, കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ അതെല്ലാം പൊതിഞ്ഞ് വാങ്ങി നേരെ വണ്ടിയിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും വന്നു. ഒരു ഫിലിമും കാണാം, ഭക്ഷണവും കഴിക്കാൻ കരുതി. പക്ഷേ നല്ല PVR ചെന്നപ്പോൾ നമ്മുടെ ആ ഒരു ടൈമിൽ, നമ്മൾ ഉദ്ദേശിച്ച ടൈമിൽ എന്തായാലും ഉദ്ദേശിച്ച നല്ലൊരു ഫിലിമൊന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നേരെ നോക്കുമ്പോൾ പാരഗണാണ്. ഞങ്ങൾ മിക്കവാറും
ലുലുവിൽ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പാരഗണിൽ നിന്നാണ് ഫുഡ് കഴിക്കുക കേട്ടോ. പിന്നെ അവിടെ ചെന്നപ്പോൾ തന്നെ എന്തോ ഭാഗ്യത്തിന് നമുക്ക് സീറ്റ് കിട്ടി. അതല്ലെങ്കിൽ കുറച്ച് സമയം അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നവരാണ്. കാരണം നന്നായിട്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ, എന്താണെന്ന് അറിയത്തില്ല, നന്നായിട്ട് വിശക്കുണ്ടായിരുന്നു. അപ്പോൾ വേഗം ഞങ്ങൾ കയറിയിരുന്ന് എനിക്ക് വെള്ളം കുറച്ച് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇത്ര സമാധാനമായത് കേട്ടോ. അത് കുടിച്ചൊന്ന് സമാധാനമായപ്പോഴത്തേക്കും ഫുഡ് എത്തി. ഒരുപാട് ടൈമൊന്നും നമുക്ക് എടുക്കുന്നില്ല ഫുഡ് വരാനായിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ എന്തായാലും വെള്ളം കുടിച്ചിരുന്നപ്പോഴത്തേക്കുമാണ് എനിക്ക് കുറേ സമാധാനം കിട്ടിയത്. കാരണം വോമിറ്റിംഗ് ടെൻഡൻസി ആദ്യം മുതലുണ്ടായിരുന്നതിൻ്റെ ഒരു ചെറിയൊരു ഒരു കിക്ക് എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറ്റി വെച്ച് നമുക്ക് വന്ന സമയം നമ്മളത് യൂട്ടിലൈസ് ചെയ്യണ്ടേ. അതുകൊണ്ട് നമുക്ക് ഇറങ്ങി അടിച്ച് എല്ലാ സാധനങ്ങളും വാങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും ഉള്ളിൽ കിടക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഈ വെള്ളമോ നന്നായിട്ട് വയറിറച്ച് ഭക്ഷണം കഴിച്ചാൽ എനിക്കത് മാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വെള്ളം കുടിച്ചപ്പോൾ സമാധാനമായിട്ടോ. പിന്നെ പ്ലേറ്റൊക്കെ വന്നു, ഫുഡും എത്തി. നമ്മൾ പുലാവും പനീർ ബട്ടർ മസാലയും ഒക്കെയാണ് നമ്മൾ ഓർഡർ. പിന്നെ റൊട്ടി, പിന്നെ എന്തായിരുന്നു ഓർഡർ ചെയ്തത്, ചില്ലി ഗോബി, ഇത്രയും സംഭവങ്ങൾ ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ട്. കാരണം നോൺ വെജ് കഴിക്കാൻ പറ്റില്ല. കുട്ടികൾക്കാണെങ്കിൽ നോണാണ് കൂടുതലും ഇഷ്ടം. പക്ഷേ വെജ് നമ്മൾ കഴിച്ചു കേട്ടോ. അത് സത്യം പറഞ്ഞാൽ ഇത്രയും ഭക്ഷണം ഓർഡർ ചെയ്തിട്ടും എനിക്കൊരു 2 റൊട്ടി കൂടി കഴിച്ചപ്പോഴാട്ടോ ശരിക്കും പറഞ്ഞാൽ വയറ് അറിഞ്ഞത്. കൂടുതൽ ഭക്ഷണം ഒറ്റയടിക്ക് ഓർഡർ ചെയ്യണമെന്ന് ഏട്ടന് ഇഷ്ടമല്ല, വേസ്റ്റ് ആക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല, നന്നായിട്ട് വഴക്ക് പറയും. അതുകൊണ്ട് ഫുൾ കഴിച്ച് കഴിഞ്ഞ് എനിക്ക് 2 റൊട്ടി കൂടി പറഞ്ഞാൽ എനിക്ക് ഇച്ചിരി കൂടെ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ റൊട്ടി മതിയെന്ന് വെച്ചപ്പോൾ ആ റൊട്ടി മതി എന്ന് പറഞ്ഞു. അതും കൂടി കഴിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു വൊമിറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നങ്ങളും ഒക്കെ മാറി ഞാനൊന്ന് ഉഷാറായത് അപ്പോഴാട്ടോ. ഭക്ഷണം കഴിച്ചു ഇറങ്ങി. പിന്നെ നേരെ കാണുന്നത് ആ വിഗ്രഹങ്ങളുടെ ഒരു കൂട്ടമാണ് കേട്ടോ. ഇവിടെ കണ്ടാലും അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ നമ്മൾ മറന്നു പോകില്ല. അവിടേക്ക് നേരെ കയറിയിട്ടുണ്ട്. ലുലുന്ന് തന്നെയാണ് ഞങ്ങളുടെ റൂമിൽ, പൂജാ റൂമിലിരിക്കുന്ന വിഗ്രഹം, ഇരിക്കുന്ന കൃഷ്ണനും രാധയും ആ ഒരു സെയിം സാധനം തന്നെയാണ് ഏട്ടൻ വാങ്ങിയിട്ടുള്ളത് ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രൈസ് റേഞ്ചൊക്കെ ഞങ്ങളൊന്ന് നോക്കുമായിരുന്നു. അന്ന് വാങ്ങിയതിലും ഒരു 8 മാസം മുമ്പ് വാങ്ങിയതിലും ഭയങ്കര പ്രൈസ് റേഞ്ചിന് വ്യത്യാസമുണ്ട് കേട്ടോ. ഇപ്പോൾ അതും നോക്കി നിൽക്കുമായിരുന്നു ഞങ്ങൾ. അപ്പോൾ കുറേ കാര്യങ്ങൾ വിഘ്നേശ്വരൻ്റെ ഒരു രൂപമൊക്കെ ഞങ്ങളുടെ പൂജാമുറിയിലില്ല. അപ്പോൾ അത് വാങ്ങുന്നതിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. തൽക്കാലം അത് ഇന്ന് വാങ്ങിയില്ല, അത് പിന്നൊരു ദിവസം ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് തൽക്കാലം അവിടെ നിന്ന് ഞങ്ങൾ പോകും കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞ് പർച്ചേസിങ് വീഡിയോ ആണ്. മറ്റുള്ള വിശേഷങ്ങളും വീഡിയോകളൊക്കെ ആയിട്ട് പിന്നീട് വരാം. എല്ലാവർക്കും ടാറ്റാ.